എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയ ഐ മേക്കപ്പ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഐലൈനറോ അല്ലെങ്കിൽ ഐ പെൻസിലോ ഉപയോഗിക്കാതെ ജസ്റ്റ് ഐ ഷാഡോ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഐ മേക്കപ്പ് ലുക്കാണ്. ഇതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ണ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അപ്പർ ഐലിഡ്സൊക്കെ ഒരുപാട് ഓയിലി ആണെങ്കിൽ നമ്മളതൊന്ന് കൺസീലറോ അല്ലെങ്കിൽ ഐ ഷാഡോ പ്രൈമറോ ഉപയോഗിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് നമുക്കതിനകത്ത് ഐ ഷാഡോ കാണാനായിട്ട് പറ്റും. അത് മാത്രമല്ല കണ്ണിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഐ ഷാഡോ എഴുതി കൊടുക്കുമ്പോഴത്തേനും. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തേക്കുന്നത് ഫിറ്റ്മിയുടെ കൺസീലർ ഉപയോഗിച്ചിട്ട് മുകളിലും താഴെയും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ലൂസ് പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അതൊന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ഐ ഷാഡോ പാലറ്റാണ്. അതിൽ ആദ്യത്തേത് ഒരു എന്താ പറയുക ന്യൂഡ് ഷെയ്ഡുള്ള ഐ ഷാഡോ പാലറ്റാണ്, മേബിലിൻ ന്യൂയോർക്കിൻ്റെ. അതിനകത്തുനിന്ന് ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഒരു കൊച്ചു ബ്രഷ് നമുക്കിങ്ങനെ ലൈൻ ചെയ്യാനായിട്ട് എന്താ പറയുക അപ്പർ ഐലിഡും ലോവർ ഐലിഡും ലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട് അത് മുകളിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ എഴുതാം. കണ്ണ് അടച്ചു പിടിച്ചിട്ട് എഴുതാം, ചിലർ കണ്ണ് തുറന്ന് പിടിച്ചിട്ടായിരിക്കും എഴുതുന്നത്. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആ രീതിയിൽ എഴുതാം. എനിക്ക് കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത് ഇങ്ങനെ കണ്ണിങ്ങനെ മുകളിലത്തെ ഐലിഡ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് എഴുതുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു വൃത്തി തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ആ രീതിയിലാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് 2 കണ്ണിലും മുകളിലത്തെ ഐലിഡ്സ് ലൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല രീതിയിൽ അത് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതേ സ്റ്റെപ്പ് തന്നെ താഴത്തെ ലോവർ ഐലിഡിലും കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോൾ മുകളിലത്തെ ഐലിഡ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ലൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡിഫൈൻഡ് ലുക്ക് കണ്ണിന് വന്നു കഴിഞ്ഞു. ഇനി ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ താഴെയും ചെയ്യാണ്. അപ്പോൾ താഴെ ചെയ്യുമ്പോഴത്തേനും ഈ ഐ ഷാഡോ ബ്രഷ് വെച്ചിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റിൽ നമ്മുടെ ഇന്നർ കോർണറിൽ വളരെ കുറച്ചും ഔട്ടർ കോർണറിലേക്ക് കുറച്ച് കൂടുതലും ഐ ഷാഡോ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്താൽ പ്രത്യേക ഭംഗിയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ ഐലിഡ്സിൻ്റെ താഴെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിങ്സ്, ഇപ്പം അപ്പർ ഐലിഡ് നമ്മൾ ലൈൻ ചെയ്തപ്പോൾ ഉണ്ടായ വിങ്സും ലോവർ ഐലിഡ് ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള വിങ്സും തമ്മിൽ നല്ല രീതിയിൽ കുറച്ചും കൂടെ ഇലോങ്ങേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടെ ഒരു വലിപ്പം തോന്നിക്കുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിൽ 2 സൈഡിലും നമ്മൾ നല്ല രീതിയിൽ ഐ ഷാഡോ ഉപയോഗിച്ചിട്ട് എഴുതി കൊടുക്കാം. പിന്നെ അടുത്തത് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ ഐ ഷാഡോ പാലറ്റാണ്. അത് കുറച്ചുകൂടെ കളേർഡ് ആയിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റാണ്. ഈ സ്റ്റെപ്പ് ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ അത് ചെയ്യണം നിർബന്ധമില്ല. ഞാനിവിടെ ജസ്റ്റ് ഒരു ട്രൈ ഔട്ടിന് അങ്ങനെ ചെയ്ത് നോക്കുന്നതാണ്. അതിനകത്ത് ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡുള്ള ഒരു ഐ ഷാഡോ ആണ് അടുത്തതായിട്ട് ഞാൻ ഈ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് ഈ ബ്രിക്ക് റെഡുള്ള ഐ ഷാഡോ ഷെയ്ഡ് നമ്മൾ ബ്രഷിലെടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്പർ ഐലിഡ് ലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഒരു ജസ്റ്റ് ഒരു ലൈനും കൂടെ ഇത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്മഡ്ജ് ചെയ്യുന്ന പോലെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ളത് പോലെ നമ്മുടെ ബ്ലാക്ക് ഐ ഷാഡോ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ 2 കണ്ണിലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഐ ഷാഡോ ആയതുകൊണ്ട് മുകളിൽ എഴുതുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കും, പക്ഷേ ഇതേ ഷെയ്ഡ് തന്നെ താഴെ വരുമ്പോൾ ചിലപ്പം അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ഇത് അപ്ലൈ ചെയ്തില്ല. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബ്രിക്ക് റെഡ് ഷെയ്ഡുള്ള ഈ ഐ ഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ 2 കണ്ണിൻ്റെയും ഇന്നർ കോർണറിൽ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന മാതിരി ആ കളറൊന്ന് പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന മാതിരി കുറച്ച് ഭംഗിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമില്ല. കാരണം നിങ്ങൾക്കറിയാം 2 ഭാഗത്തും തന്നെ നമ്മളതൊന്ന് ഐ ഷാഡോ എഴുതി വരുമ്പോൾ തന്നെ കണ്ണ് കുറച്ചും കൂടെ ഒരു വലിയൊരു രീതിക്ക് കുറച്ചും കൂടെ ബിഗറായിട്ട് ഇപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത് കണ്ണ് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ സാധാരണ ഐ ഷാഡോ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന പോലെ ക്രീസ് ലൈൻ
ക്രീസ് ലൈനിൽ ഒന്ന് ട്രാൻസിഷൻ ഷെയ്ഡ് വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ് ഔട്ടർ കോർണറിൽ വയ്ക്കുക. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പരീക്ഷണങ്ങൾ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ തൽക്കാലം ഈ ലുക്കിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.